യെസ്, വടകരയിൽ ഷാഫി പറമ്പിലോ കെ ശൈലജയോ? വടകരയുടെ മനസ്സിൽ എന്താണ്? വടകര എന്താണ് കാത്തു വച്ചിരിക്കുന്നത്? വടകരയുടെ ഫലം ഇതാ പ്രേക്ഷകരുടെ സ്ക്രീനുകളിൽ. വടകര യെസ്, വരട്ടെ റിസൾട്ട്. വൗ, ശൈലജ ടീച്ചർ വടകര CPM വേണ്ടി തിരിച്ചു പിടിക്കുന്നു എന്നാണ് ഈ ഒപ്പീനിയൻ പോൾ പറയുന്നത്. ഷാഫി പറമ്പിൽ 35% വോട്ടുകളുമായി രണ്ടാം സ്ഥാനത്ത്. 22% വോട്ടുകൾ BJPയുടെ പ്രഫുൽ കൃഷ്ണൻ നേടുന്നു. കെ ശൈലജയ്ക്കാണ് ഇത്തവണ വടകര എന്നുള്ളതാണ് ഈ ഒപ്പീനിയൻ പോളിലെ ഇതുവരെയുള്ള ഏറ്റവും ഞെട്ടിക്കുന്ന റിസൾട്ട്. ഈ ഫലം അനുസരിച്ച്, ഈ അഭിപ്രായ സർവേ അനുസരിച്ച് ക്ലിയർ എഡ്ജ് കെ ശൈലജയ്ക്ക് 6% വ്യത്യാസം. തീർച്ചയായും 41% വോട്ടുകൾ, 41% വോട്ടുകൾ കെ ശൈലജ, 35% വോട്ടുകൾ ഷാഫി പറമ്പിൽ, 22% വോട്ടുകൾ പ്രഫുൽ കൃഷ്ണ എന്നുള്ളതാണ് കണക്ക്. നോക്കൂ, ഇവിടെ കഴിഞ്ഞ തവണ P ജയരാജനും 41.8% വോട്ടുകൾ കിട്ടിയിരുന്നു. LDF വോട്ട് ശതമാനം നിലനിർത്തുന്നു. യെസ്, UDFിന്റെ 6% നഷ്ടപ്പെടുന്നു. UDFിന്റെ വോട്ട് വിഹിതത്തിൽ വലിയ ഇടിവ് ഉണ്ടാവുന്നു എന്ന സൂചന. അതേസമയം LDFിന്റെ വോട്ട് വിഹിതം അതുപോലെ തന്നെ നിലനിൽക്കുന്നു. നിങ്ങൾ ആരും നെറ്റി ചുളിക്കേണ്ട കേട്ടോ. ഇത് 2024 ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് തൊട്ടു മുൻപ് നമ്മുടെ നാട്ടിലെ വാർത്താ മാധ്യമങ്ങൾ പുറത്തുവിട്ട ഈ ഇലക്ഷന്റെ പ്രവചനമാണ്. എന്താ ഒരു ആവേശമല്ലേ? ആവേശം നിങ്ങളൊന്ന് നോക്ക്. ആ അഭിലാഷിന്റെയും അതുപോലെ മാതൃഭൂമി ചാനലിന്റെയും ആവേശം കണ്ടില്ലേ? എന്നിട്ട് അതിൽ ഇവർ നടത്തുന്ന ചില നിരീക്ഷണങ്ങളുണ്ട്. എന്താ നിരീക്ഷണം? UDFിന്റെ വോട്ട് 6% കുറയുന്നു, LDF വോട്ട് അതുപോലെ നിലനിർത്തുന്നു. ഷാഫി പറമ്പിൽ 35% വോട്ട്, 41% വോട്ട് ഈ പറയുന്ന കെ ശൈലജയ്ക്ക്, 22% വോട്ട് BJPയുടെ സ്ഥാനാർത്ഥിക്ക്. അവസാനം റിസൾട്ട് വന്നപ്പോ എന്തായിരുന്നു അവസ്ഥ? റിസൾട്ട് വന്നപ്പോ BJPയുടെ സ്ഥാനാർത്ഥിക്ക് 10%-ൽ താഴെ വോട്ട്. അത് കഴിഞ്ഞ് പെട്ടി പൊട്ടിച്ച് എണ്ണിക്കഴിഞ്ഞപ്പോഴോ 8 നിലയിൽ പൊട്ടി കെ ശൈലജ. 8 നിലയിൽ പൊട്ടി. ഷാഫി പറമ്പിൽ 1,14,506 വോട്ടിന് വടകരയിൽ വിജയിച്ചു കയറി. മനസ്സിലായില്ലേ? അപ്പോ അതവിടെ കഴിഞ്ഞു. ഓക്കെ, ഇനി ഇന്നലെയല്ല മെനിഞ്ഞാന്ന് ഈ പറയുന്ന പേരാമ്പ്രയിൽ ഷാഫി പറമ്പിലിനെ ആക്രമിച്ച് അടിച്ച് മൂക്ക് പൊട്ടിച്ച് ഷാഫിയുടെ രക്തം വീണ പേരാമ്പ്രയുടെ മണ്ണിൽ കഴിഞ്ഞ ദിവസം CPMന്റെ ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തിയിരുന്നു. അതിലെ ചില ഫോട്ടോകളാണ് നിങ്ങൾ ആ തംബ്നെയിലിൽ കണ്ടത്. ആ ചില ഫോട്ടോകൾ ഇതുപോലെ ഫേസ്ബുക്കിൽ പങ്കുവെച്ചുകൊണ്ട് പേരാമ്പ്രയിലെ MLA ആയിട്ടുള്ള TP രാമകൃഷ്ണൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. അതിന്റെ ക്യാപ്ഷൻ എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ പേരാമ്പ്ര എന്നുള്ളതാണ്. ഈ ഇടതുപക്ഷത്തിന്റെ പേരാമ്പ്ര എന്ന് പറഞ്ഞുകൊണ്ട് TP രാമകൃഷ്ണൻ 1, 2, 3, 4 ഫോട്ടോകൾ അവർ നടത്തിയ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ ആളുകൾ പങ്കെടുത്ത ജനപങ്കാളിത്തം കാണിച്ചുകൊണ്ടുള്ള ഒരു ഫോട്ടോയാണ് പങ്കുവച്ചിരിക്കുന്നത്. എന്നിട്ട് ഈ TP രാമകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ പേരാമ്പ്ര എന്നുള്ളതാണ്. എന്നാൽ ഇപ്പൊ നിങ്ങൾ ആദ്യം കേട്ട മാതൃഭൂമിയിലെ ആ ഒരു സർവേ ഫലം, ആ സർവേ ഫലം കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ 2024 ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോഴ് പേരാമ്പ്രയിലെ അവസ്ഥ എന്താ? പേരാമ്പ്ര എന്ന് പറഞ്ഞാൽ വടകര പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽപ്പെടുന്ന വടകര പാർലമെന്റ് മണ്ഡലത്തിൽപ്പെടുന്ന ഈ പേരാമ്പ്ര നിയോജക മണ്ഡലത്തിൽ ഉള്ള വോട്ടിംഗ് ശതമാനവും വോട്ടുകളുടെ രീതിയും എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അവിടെ പ്രഫുൽ കൃഷ്ണക്ക് ലഭിച്ചിരിക്കുന്നത് 12,603 വോട്ടാണ്. കെ ശൈലജ ടീച്ചർക്ക് ലഭിച്ചിരിക്കുന്നത് 65,192 വോട്ടുകളാണ്. ഷാഫി പറമ്പിൽ ലഭിച്ചിരിക്കുന്നത് 84,534 വോട്ട്. അതായത് 84,534 വോട്ടാണ് ഷാഫി പറമ്പിലിന് ഈ പറയുന്ന ഇടതുപക്ഷത്തിന്റെ പേരാമ്പ്രയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ പേരാമ്പ്ര അസംബ്ലി മണ്ഡലത്തിൽ മാത്രം ഷാഫി പറമ്പിലിന്റെ ഭൂരിപക്ഷം എത്രയാണെന്ന് നിങ്ങൾക്കറിയോ? 19,342 അതാണ് ഈ പറഞ്ഞ ഇടതുപക്ഷത്തിന്റെ പേരാമ്പ്ര എന്ന് പറയുന്ന ഈ പറഞ്ഞ ഏറ്റവും അവസാനം നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ പേരാമ്പ്ര എന്ന് അവിടുത്തെ MLA ആയിട്ടുള്ള TP രാമകൃഷ്ണൻ പറഞ്ഞ പേരാമ്പ്രയിൽ കെ ശൈലജ എന്ന് പറയുന്ന CPMന്റെ ടീച്ചർ അമ്മ
കെ ശൈലജ എന്ന് പറയുന്ന CPM-ന്റെ ഭാവിയിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി, കെ ശൈലജ എന്ന് പറയുന്ന CPM-ന്റെ ലോകമറിയുന്ന വ്യക്തിത്വം, കെ ശൈലജ എന്ന് പറയുന്ന CPM-ന്റെ തലമുതിർന്ന നേതാവ്, കെ ശൈലജ എന്ന് പറയുന്ന CPM-ന്റെ മുൻ ആരോഗ്യമന്ത്രി, ഈ കെ ശൈലജ പേരാമ്പ്രയിൽ കെ ശൈലജയെക്കാളും 19,342 വോട്ടുകളാണ് ഷാഫി പറമ്പിലിന് അധികമായി ലഭിച്ചത്. എന്ന് പറഞ്ഞാല് ഈ പറയുന്ന ഇടതുപക്ഷത്തിന്റെ പേരാമ്പ്രയിൽ കോട്ട, ഇടതുപക്ഷത്തിന്റെ കോട്ടയിൽ വിള്ളൽ വീണിരിക്കുന്നു. അത് തന്നെയാണ് ഷാഫി പറമ്പിലിനെ മൂക്കടിച്ച് പൊട്ടിക്കാൻ ഈ പറയുന്ന സഖാക്കളെ പ്രേരിപ്പിച്ച ഘടകം. ഒന്നാമതും രണ്ടാമതും മൂന്നാമതുമായിട്ട് ഞാൻ പറയുന്നു, ഇത് പേരാമ്പ്രയിൽ മാത്രമല്ല, വടകര പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ പെടുന്ന കൂത്തുപറമ്പ്, തലശ്ശേരി, വടകര, കുറ്റ്യാടി, നാദാപുരം, പേരാമ്പ്ര, കൊയിലാണ്ടി, ഇത്രയും അസംബ്ലി മണ്ഡലങ്ങളിൽ ഇവരുടെ കോട്ടകളിൽ വിള്ളൽ വീണിരിക്കുന്നു എന്നുള്ളത് തന്നെ. അതുകൊണ്ടാണ് ഈ പറയുന്ന DP രാമകൃഷ്ണന്റെയും P മോഹനന്റെയും ശിവൻകുട്ടിയുടെയും ഗോവിന്ദൻ സഖാവിന്റെയും ഒക്കെ EP ജയരാജന്റെയും ഒക്കെ അങ്ങനെ പറയുന്ന അടിമകളുടെ ഒക്കെ കിളി പറത്തിയിരിക്കുന്ന സംഭവമാണ് ഷാഫി പറമ്പിൽ വടകരയുടെ മണ്ണിൽ കാലുകുത്തിയപ്പോൾ സംഭവിച്ചത്. ആ ഒരു രോഷം, ആ ഒരു വേദന, ആ ഒരു സങ്കടം, അത് തന്നെയാണ് ഷാഫി പറമ്പിലിനെ ഇങ്ങനെ വിടാതെ വേട്ടയാടാൻ ഇവരെ പ്രേരിപ്പിക്കുന്ന ഘടകവും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസുണ്ടായാൽ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ആരോപണങ്ങൾ ഉണ്ടായാൽ അവിടെയും ഷാഫിയാണ് പ്രതി. ഇപ്പോ പേരാമ്പ്രയിൽ പോലീസുകാര് സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞ് സംഘർഷമുണ്ടാക്കിയെടുത്തും ഷാഫി പറമ്പിലാണ് പ്രതി. ഷാഫി പറമ്പിലിനെ മൂക്കടിച്ച് പൊട്ടിച്ചാലും അയാൾ തന്നെയാണ് മൂക്കടിച്ച് പൊട്ടിച്ചത്. അല്ലെങ്കിൽ അയാളുടെ കൂടെയുള്ള ആളുകൾ ഷാഫി പറമ്പിലിനെ മൂക്കിടിച്ച് പൊട്ടിച്ചു. അതല്ലെങ്കിൽ ബേബി മെമ്മോറിയൽ അഥവാ കുട്ടികളുടെ ആശുപത്രിയിൽ ഷാഫി പറമ്പിലിന്റെ മൂക്കിന് ശസ്ത്രക്രിയ നടത്തി, മീശ വടിക്കാതെ ശസ്ത്രക്രിയ നടത്തി. ശസ്ത്രക്രിയ നടത്തിയ വ്യക്തി സംസാരിക്കുന്നു, ശസ്ത്രക്രിയ നടത്തിയ വ്യക്തി എല്ലാ ദിവസവും രാവിലെ പോയിട്ട് തൂറുന്നു. ഇതൊക്കെയാണ് ഇവരുടെ പ്രശ്നങ്ങൾ ഇപ്പോഴും. എന്ന് പറഞ്ഞാല് ഇവർക്ക് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന പേര് കേൾക്കുന്നത് തന്നെ ഇവരെ കലിയിളക്കുന്നു, ഇവരെ അസ്വസ്ഥരാക്കുന്നു, ഇവരെ രോഷാകുലരാക്കുന്നു എന്നുള്ളതാണ്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന ഇവരുടെ കോട്ടകളിലൊക്കെ വിള്ളൽ വീണിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ആ വിള്ളലുകൾ ഇവരെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. ഈ TP രാമകൃഷ്ണനെ ഭയപ്പെടുത്തുന്നുണ്ട്, ഈ പറയുന്ന P മെഹബൂബിനെ ഭയപ്പെടുത്തുന്നുണ്ട്, P മോഹനനെ ഭയപ്പെടുത്തുന്നുണ്ട്, EP ജയരാജനെ ഭയപ്പെടുത്തുന്നുണ്ട്, അതുപോലെ കെ ശൈലജയെ ഭയപ്പെടുത്തുന്നുണ്ട്, P മോഹന്റെ ഭാര്യയായ സതീദേവിയെ ഭയപ്പെടുത്തുന്നുണ്ട്, ഈ പറയുന്ന ശിവൻകുട്ടിയെ ഭയപ്പെടുത്തുന്നുണ്ട്, അതുപോലെ തന്നെ ഗോവിന്ദൻ സഖാവിനെ ഭയപ്പെടുത്തുന്നുണ്ട്. അന്തം കമ്മി അടിമകളെ ഒന്നടങ്കം ഭയപ്പെടുത്തുന്നുണ്ട്. കാരണം കോട്ടകളിൽ എല്ലായിടത്തും വിള്ളൽ വീണിരിക്കുന്നു. കാരണം ഷാഫി പറമ്പിലിന്റെ ഈ പാർലമെന്റ് മണ്ഡലം, ഈ വടകര നിയോജക മണ്ഡലത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണ് ആ പ്രത്യേകത? ഈ വടകര നിയോജക മണ്ഡലം എന്ന് പറയുന്നത് ഈ CPM-ന്റെ കോട്ടകളായിട്ടുള്ള 2 ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഒരു മണ്ഡലമാണ്. ഒന്ന് കണ്ണൂരാണ്, ഒന്ന് കോഴിക്കോടാണ്. അതിൽ തന്നെ ഈ പറയുന്ന കോഴിക്കോട് ജില്ലയിൽ ഇവർക്ക് ഏറ്റവും സ്വാധീനമുള്ള ഏരിയകളാണ് ഈ പറയുന്ന വടകര, കൊയിലാണ്ടി, പേരാമ്പ്ര, കുറ്റ്യാടി, നാദാപുരം. അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിൽ ഇവർക്ക് ഏറ്റവും സ്വാധീനമുള്ള 2 മണ്ഡലങ്ങളാണ്, ഒന്ന് തലശ്ശേരിയും ഒന്ന് കൂത്തുപറമ്പും. ഈ 2 മണ്ഡലങ്ങളും അതുപോലെ കോഴിക്കോട് ജില്ലയിലെ ഈ മണ്ഡലങ്ങളും ഒക്കെ ഈ വടകര നിയോജകം പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമാണ്. അങ്ങനെ വരുമ്പോൾ ഷാഫി പറമ്പിലിന്റെ ഈ സ്വാധീനം എന്ന് പറയുന്നത് ബാക്കിയുള്ള കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ് കണ്ണൂരിൽ കൂത്തുപറമ്പും തലശ്ശേരിയും ഒഴിച്ചുള്ള ബാക്കിയുള്ള പയ്യന്നൂർ, തളിപ്പറമ്പ്, ഇരിട്ടി, പേരാവൂര് തുടങ്ങിയ എല്ലാ മണ്ഡലങ്ങളിലും അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകുമെന്ന് മാത്രമല്ല കോഴിക്കോട് ജില്ലയിലും അതിന് തൊട്ട് കിടക്കുന്ന ബാക്കിയുള്ള ജില്ലകളിലും ഒക്കെ ഇതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ മലബാറിൽ ഒന്നടങ്കം ഷാഫിയുടെ തരംഗം മാഞ്ഞു വീശുകയാണ്. എന്താണ് ഒരു പ്രതിവിധി? ഷാഫിയെ ഇല്ലായ്മ ചെയ്യണം. അതിനുള്ള ആദ്യത്തെ അടവ് എന്തായിരുന്നു? അതിനുള്ള ആദ്യത്തെ അടവ് രാഹുൽ മാങ്കൂട്ടത്തിലെ വീഴ്ത്തുകയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ നേരെ എറിഞ്ഞ കല്ലുകൾ അത് രാഹുലിനല്ല ഇവർ ലക്ഷ്യം വെച്ചത്, ആ ലക്ഷ്യം ഷാഫി പറമ്പിലായിരുന്നു.
പിന്നെ അത് കഴിഞ്ഞോ, അത് കൊള്ളാതെ പോയപ്പോൾ, അത് മിസ്സായപ്പോൾ അടുത്ത ആരെറിഞ്ഞു? പാലക്കാട് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള EN സുരേഷ് ബാബു എറിഞ്ഞു. ഷാഫി പറമ്പിലിനെ അധിക്ഷേപിച്ചുകൊണ്ട് EN സുരേഷ് ബാബു രംഗത്ത് വന്നു. പക്ഷേ അതിന് കുടപിടിക്കാൻ ഈ പറയുന്ന സഖാക്കൾ തന്നെ നിലനിന്നില്ല. അത് കഴിഞ്ഞപ്പോ എന്തായി? അത് കഴിഞ്ഞപ്പോ ഷാഫിയെ തെരുവിൽ നേരിടാൻ ഇവർ രംഗത്തെത്തി. അതിന്റെ ഭാഗമായിട്ടാണ് പേരാമ്പ്രയിൽ ഷാഫിക്കെതിരെ ഈ നടത്തിയിരിക്കുന്ന അതിക്രമം നടത്തിയിരിക്കുന്നത്. ഇപ്പോഴിത് അതിന്റെ തെളിവുകൾ ഓരോന്നായി പുറത്തു വരുന്നു. പേരാമ്പ്രയിൽ സ്ഫോടക വസ്തു എറിഞ്ഞത് DYFI ഗുണ്ടകളും ഈ പോലീസും ചേർന്നാണ്. പേരാമ്പ്രയിൽ ഷാഫി പറമ്പിലിനെ മൂക്കടിച്ച് പൊട്ടിച്ചതും ഷാഫിയുടെ രക്തം വീണതും ഈ പോലീസുകാർ കാരണമാണ്. എന്ന് പറഞ്ഞാൽ പേരാമ്പ്രയിൽ നടന്ന ഈ അക്രമ സംഭവത്തിന് എല്ലാ കാരണക്കാരും പേരാമ്പ്രയിലെ MLA ആയിട്ടുള്ള TP രാമകൃഷ്ണൻ നിർദ്ദേശം നൽകിയതനുസരിച്ച് പേരാമ്പ്രയിലെ DYFI ഗുണ്ടകളും കാക്കിയിട്ട DYFI ഗുണ്ടകളും നടത്തിയ ആക്രമമാണ് എന്ന് ഇപ്പോൾ ഓരോ ദൃശ്യങ്ങളും വീഡിയോകളും നമ്മൾക്ക് കാണിച്ചു തരികയാണ്. ഇപ്പോ അടുത്ത പരിപാടി എന്താണ്? അടുത്ത പരിപാടി എന്ന് പറഞ്ഞാല് ഇപ്പൊ പോലീസിന് നേരെ തിരിഞ്ഞു. മുൻ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള P മോഹനും അതുപോലെ TP രാമകൃഷ്ണനും ഇപ്പൊ പോലീസിനെതിരെയാണ് പറയുന്നത്. ഇപ്പോ VK ബൈജു UDF വേണ്ടി പണിയെടുക്കുകയാണ് എന്നാണ് അവര് പറയുന്നത്. എന്നാലോ അതേ സമയം തന്നെ EP ജയരാജനും കടകം ഈ പറയുന്ന ശിവൻകുട്ടിയും ഗോവിന്ദൻ സഖാവും ഒക്കെ എന്താ പറയുന്നത്? EP ജയരാജൻ ഇന്നലെ പറയുന്നത് മൂക്കിന്റെ പാലമല്ലേ പൊട്ടിയുള്ളൂ, അധികം കളിച്ചാൽ തല കാണില്ല എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാല് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന പേര് തന്നെ ഇവരെ വല്ലാതെ ഭയപ്പെടുത്തുന്നു, അസ്വസ്ഥപ്പെടുത്തുന്നു, ഇവരെ രോഷാകുലരാക്കുന്നു, ഇവരെ ആകുലതപ്പെടുത്തുന്നു എന്നുള്ളത് തന്നെയാണ്. ആ ഭയം നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഏതുപോലെ KK ശൈലജയുടെ ഉറക്കം കെടുത്തിയതുപോലെ നിങ്ങളെ ഓരോരുത്തരെയും ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന നാമം, അയാളുടെ പേര്, അത് നിങ്ങളെ വേട്ടയാടിക്കൊണ്ട് തന്നെ ഇരിക്കും. ഈ വേട്ടയാടൽ ഇവിടെയൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. ഇതിന്റെ പ്രതിഫലനം, ഇതിനുള്ള മറുപടി, ഷാഫിയുടെ ചോര പേരാമ്പ്രയുടെ മണ്ണിൽ വീണതിനുള്ള മറുപടി ജനം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് നൽകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട.